ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുക തന്നെയല്ലേ? രോഹിണി, നമ്മളിതിനെ ഫാക്റ്റും ഫിക്ഷനും വേർതിരിച്ച് തന്നെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ മതന്യൂനപക്ഷങ്ങൾ, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗവും ക്രൈസ്തവ വിഭാഗവും അതുപോലെ ബുദ്ധമത ചെറിയൊരു വിഭാഗമുണ്ട്. അങ്ങനെ ഇപ്പോൾ ജനസംഖ്യയുടെ 7.95%, 8% താഴെ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾ. അപ്പോൾ ഒരു മൃഗീയ ഭൂരിപക്ഷം ഇസ്ലാമിക വിഭാഗത്തിന് തന്നെയാണ്. ഇവിടെ ഈ ഡെമോഗ്രാഫിക് കോമ്പൻസേഷൻ, ബംഗ്ലാദേശിൻ്റെ ജനസംഖ്യാപരമായ മതമനുസരിച്ചുള്ള ജനസംഖ്യാപരമായ കോമ്പൻസേഷൻ വളരെ വലിയ രീതിയിൽ മാറിമറിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 53 വർഷം കൊണ്ട് കണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അത് ബംഗ്ലാദേശിനും കൂടിയാണല്ലോ സ്വാതന്ത്ര്യം, കിഴക്കൻ പാകിസ്ഥാൻ. അപ്പോൾ കിഴക്കൻ പാകിസ്ഥാനിൽ അന്നുണ്ടായിരുന്നത് 1947 ഇന്ത്യ വിഭജന കാലത്ത് ഉണ്ടായിരുന്നത് 28.9% ന്യൂനപക്ഷങ്ങളാണ്. അതേസമയം 71 ആഭ്യന്തര കലഹം വരികയും മുക്തി ബാഹിനിയുടെ പ്രവർത്തനം ഉണ്ടാവുകയും ഇന്ത്യയുടെ കൂടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് ആ 71 വർഷത്തിൽ വലിയ തോതിലുള്ള ഒരു ന്യൂനപക്ഷ പ്രവാഹം ഇന്ത്യയിലേക്കുണ്ടായി. അത് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഉണ്ടായത്, അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷങ്ങളും ഇന്ത്യയിലേക്ക് കടന്നു വന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ ഉണ്ടായ മാറ്റമെന്ന് പറയുന്നത് ആ സമയത്ത് 19.7% ആ ഒരു ജനസംഖ്യ കുറയുകയുണ്ടായി. ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ 28 നിന്നും 19.8 കുറയുകയുണ്ടായി. അതിനുശേഷം ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് കണക്ക് എന്താണ്? അത് കേവലം 8% അടുത്ത് നിൽക്കുന്നു, 7.9% അടുത്ത് നിൽക്കുന്നു. അതിനർത്ഥം സിസ്റ്റമാറ്റിക്കായി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നത് വസ്തുതാപരമായി തള്ളിക്കളയാനാവുന്നതല്ല. അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ന്യൂനപക്ഷങ്ങളെ ഈ ഒരു വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിവിപ്ലവത്തിൻ്റെ, അതുമല്ലെങ്കിൽ രണ്ടാം സമര സ്വാതന്ത്ര്യ വിത്തിൻ കോട്ട്സ്, അതിൻ്റെ മറവിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നുണ്ടോ എന്നതാണ്. ഇപ്പം മാധ്യമ റിപ്പോർട്ടുകൾ, വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, BBC-യുടെയും CNN-യുടെയും എല്ലാ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഹൈന്ദവ അല്ലെങ്കിൽ ഇസ്ലാം ഇതര ആരാധനാലയങ്ങൾക്ക് നേരെയും വ്യക്തികൾക്ക് നേരെയും സംഘടിതമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ തോതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് പോലെ അത് ഭീതിതമായ ഒരു തോതാണോ? എല്ലാ വിഭാഗം ആളുകളും ആക്രമിക്കപ്പെടുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ചുള്ള ആക്രമണം അല്ല അവിടെ നടക്കുന്നത്. മറിച്ച് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, വസ്തുതയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയോടുള്ള ആ ഒരു പാർട്ടി നേതൃത്വത്തോടുള്ള വളരെ വലിയ വിയോജിപ്പ്, അവർക്കെതിരെയും അവർ നയിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെയുമുള്ള സംഘടിതമായ ആക്രമണം അവിടെ നടന്നിട്ടുണ്ട്. അതൊരു ലോലെസ്നെസ് അതിൻ്റെ പരകോടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ പിന്നിലൊരു ഇനി നമ്മൾ പരിശോധിക്കേണ്ട, തലനാരിഴ കീറി പരിശോധിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടോ എന്നതാണ്. അപ്പോൾ ഒരു അജണ്ട ഇല്ല എങ്കിൽ വളരെ ജൈവികമായി തുടങ്ങിയ ഒരു പ്രതിഷേധം, അതായത് സംവരണം എന്ന് പറയുന്നത് 30% സംവരണം, പണ്ട് വർഷങ്ങൾക്ക് മുൻപ് 71 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ, അവരുടെ മക്കൾ പോലും ഇന്ന് പലരും ജീവിച്ചിരിപ്പില്ല, അവരുടെ കൊച്ചുമക്കൾക്കുൾപ്പെടെ 30% സംവരണം ഗവൺമെൻറ് ജോലികളിൽ വേണമെന്ന് പറയുന്നത് തീർച്ചയായും അസംബന്ധം തന്നെയാണ്. പക്ഷെ ഓർക്കാം, അത് ആരാണ് പിൻവലിച്ചത്? ഷെയ്ഖ് മുജിബുർ റഹ്മാൻ കൊണ്ടുവന്ന ആ ഒരു നയം ഷെയ്ഖ് ഹസീന സ്വന്തം മകൾ തന്നെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 2018 പിൻവലിച്ചു. അതും വസ്തുതയാണ്. അപ്പോൾ അവിടെ ആ പിൻവലിച്ചത് ഒരു ഹൈക്കോടതി വിധിയിലൂടെ, ഇപ്പം മണിപ്പൂർ കലാപത്തിൻ്റെ പിന്നിലും സംഭവിച്ചത് അതാണ്. ഒരു ഹൈക്കോടതി വിധിയിലൂടെ സംവരണത്തിൻ്റെ തോത് ക്രമീകരിച്ചപ്പോഴാണ് മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ പോരാട്ടമുണ്ടായത്. ഇതൊരു വൈകാരിക വിഷയമാണ്. അപ്പം ജനം സ്വാഭാവികമായി വൈകാരികമായി പ്രവർത്തിച്ചു. അതുവരെ ജൈവികമാണ് കാര്യങ്ങൾ.
ആ ജൈവികമായ ഒരു പ്രതിഷേധം അത് ജൂലൈ മാസം ജൂൺ മാസം അവസാനം അരങ്ങേറിയ ആ ജൈവികമായ പ്രതിഷേധത്തിൽ സ്വാഭാവികമായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രവർത്തകരും, അതായത് പ്രതിപക്ഷം, ബീഗം ഖാലിദ സിയയുടെ പാർട്ടിയാണല്ലോ, അവരാണല്ലോ പ്രതിപക്ഷം. ഏറെക്കാലമായി അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. ജനാധിപത്യ ധ്വംസനം ആരോപിച്ചുകൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. ഉരുക്കുമുഷ്ടി കൊണ്ട് ഷെയ്ഖ് ഹസീന പ്രതിപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു. അവർക്ക് പ്രചരിപ്പിക്കാനുള്ള അവസരമില്ല, ഉപാധികളില്ല എന്ന കാരണത്താൽ അവർ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. സ്വാഭാവികം. ആ അണികൾ തെരുവിലിറങ്ങിയപ്പോൾ അത് വലിയ ഒരു പ്രക്ഷോഭമായി വളർന്നു. മറ്റ് ആളുകൾ, അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ റോൾ വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം പാകിസ്ഥാൻ്റെ സഹായമുള്ള ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണല്ലോ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അവരുടെ തന്നെ സ്റ്റുഡൻറ്റ് വിങ്, യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റുഡൻറ്റ് വിങ് ഓഫ് ജമാഅത്തെ ഇസ്ലാമി ഈ വിപ്ലവകാരികളുടെ ഇടയിലേക്ക് വളരെ വലിയ തോതിൽ ഒരുപാട് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുകയാണ്. വലിയ തോതിലുള്ള നിറം പിടിപ്പിച്ച കഥകളാകട്ടെ, അതിമാനുഷികമായ കഥകളാകട്ടെ, ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഒരു വൈകാരികമായ ഒരു ഫ്രൻസിയിൽ ഏർപ്പെട്ടു. ഇനി വരാനുള്ള ചോദ്യമെന്ന് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നിൽ ആര്? സ്വാഭാവികമായി പാകിസ്ഥാൻ ഉണ്ടാകും. അപ്പം ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം? അപ്പം നമുക്കറിയാം, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന അത്ര ലാഘവത്തിൽ നമുക്ക് എടുക്കേണ്ടതില്ല. ഇതിനകത്തൊരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി മണക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുന്ന വഴി ഇന്ത്യ അനുകൂല ഭരണകൂടമുള്ള ഷെയ്ഖ് ഹസീന നയിക്കുന്ന ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുന്നത് വഴി ഇൻഡയറക്ട്ലി ഇന്ത്യയെയും അസ്ഥിരപ്പെടുത്താനുള്ള തന്ത്രപരമായ അയൽക്കാരുടെ ശ്രമമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇവിടെ പക്ഷേ ഒരു വലിയ ഫാക്ടർ നമ്മൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അധികം സംസാരിക്കാതെ പോകുന്ന ഒരു ഫാക്ടറാണ് ദി അമേരിക്കൻ ആംഗിൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ താല്പര്യം എന്താണ്? ബംഗ്ലാദേശിൻ്റെ തീരപ്രദേശത്തുള്ള ദക്ഷിണ ഭാഗത്തുള്ള 1-2 ദ്വീപുകളുടെ മേൽ അവർക്ക് കണ്ണുണ്ടായിരുന്നു. സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ ഹബ്ബുകളോ പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നിരസിച്ചത് കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ചോരിക്കുണ്ട്. സ്വാഭാവികമായി ഷെയ്ഖ് ഹസീന പുറത്തു പോകണമെന്നത് അമേരിക്കൻ താല്പര്യമാണ് എന്നത് നമുക്ക് അറിയാം. പക്ഷേ ഇന്ത്യയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലും ചൈനയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലും അമേരിക്ക പ്രവർത്തിക്കാൻ ലോജിക്കലായി ഒരു കാരണവശാലും അത് ചെയ്യാനാവില്ല. അതുകൊണ്ട് ഈ കോൺസ്പിറസി തിയറിയിൽ വിശ്വസിക്കുന്ന ചില ആളുകളെങ്കിലും പടച്ചുവിടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരുക്കന്മാർ, അല്ലെങ്കിൽ അവരൊക്കെയാണല്ലോ ഈ ലോകത്തെ പല ഭരണകൂടങ്ങളെയും അട്ടിമറിക്കുകയും പുനഃസ്ഥാപിക്കുകയും എല്ലാം ചെയ്യുന്നത്, ആത്യന്തികമായി അമേരിക്കൻ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജോർജ് സോറോസിൻ്റെ ഫണ്ട് പ്രക്ഷോഭകാരികൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഈ വക കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരാറുണ്ട്. അതുകൊണ്ട് ഒരു വെറും കോൺസ്പിറസി തിയറിയുടെ പുറകെ മാത്രം നമ്മൾ പോകുന്നത് ഈ ഘട്ടത്തിൽ ചെയ്യാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വസ്തുതാപരമായി ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അത് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും ന്യൂനപക്ഷങ്ങളുടെ വ്യക്തികളും ഈ സംവരണത്തിൻ്റെ മറവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് 2. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സംവരണ വിരുദ്ധമായി തുടങ്ങിയത് ഇപ്പം സംവരണം വിഷയമേ അല്ല, ഭരണകൂടത്തെ അട്ടിമറിക്കുക, രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ മാറ്റിമറിക്കുക എന്ന രീതിയിലേക്ക് വരുന്നു. അവിടെയാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പ്രഭാവം 57 രാജ്യങ്ങളോളം ഇസ്ലാമിക രാജ്യങ്ങളാണ്. അവിടെ എല്ലാം തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ്, അത് ബംഗ്ലാദേശിലും അതൊരു കൺസർവേറ്റീവ് ഷിഫ്റ്റാണ്. അത് സാധാരണ രീതിയിൽ പാകിസ്ഥാനേക്കാളും വളരെയധികം മതനിരപേക്ഷ ക്രെഡൻഷ്യൽസ് ഉള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാനാവില്ല. കാരണം ബംഗാളിൻ്റെ ഒരു സ്വത്വം എന്ന് പറയുന്നത് ബഹുല സ്വത്വമാണ്. അവിടുത്തെ ഒരു ഹൈന്ദവ വിഭാഗമുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലൊക്കെ ബംഗാളികളുടെ കല, സാഹിത്യം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഭാഷ, ഇതെല്ലാം വളരെ വലിയൊരു റോളാണ്. അതിലവിടെ ജാതിയോ മതമോ വേർതിരിവില്ലായിരുന്നു. ആ ബംഗാളി സ്വത്വത്തിൻ്റെ നേർ അവകാശികൾ തന്നെയാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശുകാർ. കിഴക്കൻ ബംഗാൾ എന്ന് പറയുക, ഇപ്പോഴത്തെ അന്നത്തെ പടിഞ്ഞാറ് ബംഗാളാണ്, ഇന്നത്തെ നമ്മുടെ പശ്ചിമ ബംഗാൾ. ഈ 2 പ്രദേശത്തിനും സാംസ്കാരിക തനിമയുണ്ട്. അതുകൊണ്ട് അവരെല്ലാം വർഗീയവാദികൾ എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ആ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളെയും ഒരു വർഗീയ രീതിയിലേക്ക് കൊണ്ടുവരികയും അത് ഇന്ത്യയെ
പടിഞ്ഞാറ് വശത്ത് പാകിസ്ഥാനും കിഴക്ക് ബംഗ്ലാദേശും ചേർന്ന് ഞെരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നത് ആരുടെ താല്പര്യം എന്നുകൂടി നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ് ഈ അവസരത്തിൽ. അതെ.